ഇന്നത്തെ ഈ വിശകലനത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കേട്ടു വളർന്ന സിൻഡ്രലയുടെ കഥയാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ആ സിൻഡ്രല്ല. പക്ഷേ നിങ്ങളുടെ മുന്നിലുള്ള ഈ രേഖകൾ പ്രകാരം ഒരേ കഥയ്ക്ക് രണ്ട് വ്യത്യസ്ത മുഖങ്ങളുണ്ട്. ഒന്ന്, ചാൾസ് പെറോൾട്ട് പറഞ്ഞ നമുക്കേറെ പരിചിതമായ ആ ക്ലാസിക് ഫ്രഞ്ച് നാടോടിക്കഥ. ഉം, രണ്ട്, അതിനെ ഏതാണ്ട് തലകീഴായി നിർത്തി ആക്ഷേപഹാസ്യ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ജെയിംസ് ഫിൻ ഗാർണറുടെ ആധുനിക പതിപ്പ്. അതെ, ഒരേ കഥയുടെ രണ്ട് ഭാവങ്ങൾ. നമ്മുടെ ഇന്നത്തെ ദൗത്യം എന്താണെന്ന് വെച്ചാൽ, എന്താണ്? ഈ രണ്ടു കഥകളും അവ എഴുതപ്പെട്ട കാലഘട്ടങ്ങളെ എങ്ങനെയാണ് പ്രതിഫലിപ്പിക്കുന്നത് എന്ന് കണ്ടെത്തുകയാണ്. ലിംഗഭേദം, സാമൂഹിക പദവി, എന്തിന് സന്തോഷമെന്ന വാക്കിന്റെ അർത്ഥം പോലും. അതെ, ഈ രണ്ടു കഥകളിലും എങ്ങനെയാണ് മാറിമറിയുന്നതെന്ന് നമുക്ക് വിശദമായി ഒന്ന് നോക്കാം. കൊള്ളാം. അപ്പൊ നമുക്ക് ആദ്യം കാലം പുറകോട്ടൊന്ന് സഞ്ചരിക്കാം. ചാൾസ് പെറോൾട്ടിന്റെ 17-ാം നൂറ്റാണ്ടിലെ സിൻഡ്രലയിലേക്ക്. ശരി. അതെ, കഥ നമുക്കെല്ലാവർക്കും അറിയാമെങ്കിലും അതിന്റെ ചില പ്രധാന ഭാഗങ്ങൾ ഒന്നോർക്കുന്നത് നല്ലതാണ്. അച്ഛൻ രണ്ടാമതും വിവാഹം കഴിക്കുന്നതോടെയാണ് സിൻഡ്രല്ലയുടെ കഷ്ടകാലം തുടങ്ങുന്നത്. അതെ, ക്രൂരയായ രണ്ടാനമ്മയും അഹങ്കാരികളായ അവരുടെ രണ്ടു പെൺമക്കളും ആ വീട്ടിലേക്ക് വരുന്നു. അവിടെയാണ് സിൻഡ്രല്ലയുടെ സ്വഭാവത്തിന്റെ പ്രത്യേകത നമ്മൾ കാണുന്നതല്ലേ? തീർച്ചയായും. അവൾ അതിദയയും സൗമ്യതയുമുള്ളൊരു പെൺകുട്ടിയാണ്. ആ കാലഘട്ടത്തിലെ ഒരു സ്ത്രീക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും നല്ല ഗുണങ്ങളായി കണക്കാക്കപ്പെട്ടിരുന്നത് അതൊക്കെയാണ്. ശരിയാണ്. വീട്ടിലെ കഠിനമായ ജോലികളെല്ലാം അവൾക്ക് ചെയ്യേണ്ടി വരുന്നു. സ്വന്തം സഹോദരിമാർ ആഡംബരത്തിൽ ജീവിക്കുമ്പോൾ അവൾക്ക് താമസിക്കാൻ കിട്ടിയതോ പൊടിപിടിച്ചൊരു തട്ടിൻപുറത്തെ മുറിയാണ്. എന്നിട്ടും അവൾ പരാതി പറയുന്നില്ല. ഒരു പരാതിയുമില്ല. അവളെ അവർ കളിയാക്കി വിളിക്കുന്നൊരു പേരുണ്ട്, സിൻഡ്രവെഞ്ച് എന്ന്. ചാരത്തിൽ പുരണ്ടവൾ എന്നൊക്കെ അർത്ഥം വരുന്നൊരു മോശം പേരാണത്. എങ്കിലും അവളുടെ സൗന്ദര്യം മാഞ്ഞു പോയില്ല എന്ന് പെറോൾട്ട് പ്രത്യേകം പറയുന്നുണ്ട്. ശരിക്കും അവളുടെ ഈ സഹനശക്തി കാണുമ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് ചിലപ്പോൾ ദേഷ്യം തോന്നിയേക്കാം, അല്ലേ? എനിക്ക് തോന്നി. തീർച്ചയായും. കാരണം നമ്മുടെ മൂല്യങ്ങൾ മാറി. പക്ഷേ പെറോൾട്ടിന്റെ കാലത്ത് സഹനമൊരു പുണ്യമായിരുന്നു. അതെ അതെ. കഥയിലെ വഴിത്തിരിവ് രാജകുമാരന്റെ വിരുന്നാണ്. സഹോദരിമാർക്ക് വിരുന്നിന് പോകാൻ വേണ്ട സഹായങ്ങളെല്ലാം സിൻഡ്രല്ല തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. അവിടെയാണ് അവളുടെ രക്ഷകയായി ഫേറി ഗോഡ്മദർ എത്തുന്നത്. അതെ, ആ മാന്ത്രിക നിമിഷം ഒരു മത്തങ്ങ രഥമാകുന്നു, എലികൾ കുതിരകളാകുന്നു. അതൊരു ക്ലാസിക് ഫാന്റസി നിമിഷമാണ്. അതെ, ആ മാന്ത്രികതയുടെ ഭാഗമായിട്ടാണ് അവൾക്ക് ആ പ്രശസ്തമായ ഗ്ലാസ് ചെരുപ്പുകൾ കിട്ടുന്നത്. പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രം. എന്തായിരുന്നു അത്? അർദ്ധരാത്രിക്ക് മുൻപ് തിരികെ എത്തണം. വിരുന്നിൽ വെച്ച് രാജകുമാരൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെടുന്നു. പക്ഷെ അവൾ ആരാണെന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. സമയം പോയതറിയാതെ അർദ്ധരാത്രിയായപ്പോൾ അവൾ ഓടി രക്ഷപ്പെടുന്നു, ആ തിരക്കിനിടയിൽ. അവളുടെ ഒരു ഗ്ലാസ് ചെരുപ്പ് അവിടെ വീണുപോകുന്നു. അതെ, ആ ഒരു ഗ്ലാസ് ചെരുപ്പിലാണ് പിന്നീട് കഥ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ചെരുപ്പിന് അത്ര പ്രാധാന്യം? കാരണം അത് സിൻഡ്രല്ലയ്ക്ക് മാത്രം പാകമാകുന്ന ഒന്നാണ്. അതൊരു തരത്തിൽ അവളുടെ തനതായ വ്യക്തിത്വത്തിന്റെ അടയാളമാണ്. ശരിയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ആ വ്യക്തിത്വം സ്വയം തെളിയിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അതിന് ഒരു രാജകുമാരന്റെ അന്വേഷണം വേണ്ടിവരുന്നു. അതൊരു നല്ല പോയിന്റാണ്. ആ ചെരുപ്പിന്റെ ഉടമയെ കണ്ടെത്തുന്നതിലൂടെ രാജകുമാരൻ യഥാർത്ഥത്തിൽ അവളുടെ മൂല്യം ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിയാണ്. അവസാനം ഒരുപാട് പെൺകുട്ടികൾ പരാജയപ്പെട്ടതിനു ശേഷം രാജകുമാരന്റെ ആളുകൾ സിൻഡ്രല്ലയുടെ വീട്ടിലെത്തുന്നു. സഹോദരിമാർക്ക് പാകമാകുന്നില്ല. ഇല്ല. എന്നിട്ട് സിൻഡ്രല്ല ആ ചെരുപ്പണിയുന്നു, അത് കൃത്യമായി പാകമാകുന്നു. അങ്ങനെ അവൾ രാജകുമാരനെ വിവാഹം കഴിക്കുന്നു. അതെ, കഥയുടെ അവസാനം തന്നെ ദ്രോഹിച്ച സഹോദരിമാരോട് അവൾ ക്ഷമിക്കുന്നു. ദയയും ക്ഷമയുമുള്ളവർക്ക് അവസാനം നല്ലത് വരുമെന്ന സന്ദേശത്തോടെ കഥ അവസാനിക്കുന്നു. പെറോൾട്ടിന്റെ കഥയുടെ കാതലതാണ്. ഒരു സ്ത്രീയുടെ സാമൂഹികമായ ഉയർച്ച അവളുടെ സദ്ഗുണങ്ങളെയും അതിലുപരിയായി ഒരു ശക്തനായ പുരുഷനുമായുള്ള വിവാഹത്തെയും ആശ്രയിച്ചിരിക്കുന്നു എന്ന സന്ദേശം. അത് ആ കാലഘട്ടത്തിന്റെ ഒരു നേർക്കാഴ്ചയാണ്. തീർച്ചയായും. ഇത് 17-ാം നൂറ്റാണ്ടിലെ യൂറോപ്യൻ സമൂഹത്തിന്റെ ഒരു നേർക്കാഴ്ച കൂടിയാണ്. സ്ത്രീകൾക്ക് സ്വന്തമായി ഉയർച്ച നേടാനുള്ള അവസരങ്ങൾ വളരെ കുറവായിരുന്നു. അപ്പോൾ ഇതാണ് ക്ലാസിക് മാതൃക. സഹിക്കുക, നല്ലവളായിരിക്കുക, ഒരു രക്ഷകൻ വരുന്നതുവരെ കാത്തിരിക്കുക. അത് തന്നെ. ഇനി നമുക്ക് നേരെ 20-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിലേക്ക് വരാം. ജെയിംസ് ഫിൻ ഗാർണർ ഇതേ കഥയെടുത്ത് അതിനെ പൊളിച്ചെഴുതുകയാണ്. അതെ. ഗാർണറുടെ കഥ വായിക്കുമ്പോൾ അദ്ദേഹം പെറോൾട്ടിന്റെ കഥയിലെ ഓരോ ആശയത്തെയും എടുത്ത് ചോദ്യം ചെയ്യുന്നത് പോലെ തോന്നും, അല്ലേ? തീർച്ചയായും. ഗാർണറുടെ ലോകം തികച്ചും വ്യത്യസ്തമാണ്. ഇവിടെ സിൻഡ്രല്ല അന്യായമായ തൊഴിൽ സാഹചര്യങ്ങളുടെ ഇരയാണ്. ഓഹോ.
ഫെയറി ഗോഡ് മദറിന് പകരം വരുന്നത് ഒരു ഫെയറി ഗോഡ് പേഴ്സണാണ്. ആ വാക്ക് തന്നെ രസകരമാണ്. ആ വാക്കിൽ തന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. ജെൻഡർ ന്യൂട്രൽ ഭാഷ ഉപയോഗിക്കുന്നതിലൂടെ ഗാർണർ തുടക്കത്തിലേ നമ്മളോട് പറയുന്നു, ഇത് പഴയ കഥയല്ലാന്ന്. സത്യം പറഞ്ഞാൽ ഫെയറി ഗോഡ് പേഴ്സൺ എന്ന പ്രയോഗം കേട്ടപ്പോൾ അത് 90കളിലെ ആ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് സംസ്കാരത്തിന്റെ ഒരു അടയാളം പോലെ തോന്നി. അതെ, നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഈ കഥയെ ആ ഒരു പശ്ചാത്തലത്തിൽ വേണം കാണാൻ. ശരി. ഗാർണറുടെ ഗോഡ് പേഴ്സൺ സിൻഡ്രല്ലയെ സഹായിക്കാൻ വരുന്നതിന് പകരം അവളെ ഉപദേശിക്കുകയാണ്. ഉപദേശിക്കുകയോ? അതെ. രാജകുമാരന്റെ വിരുന്ന് എന്നത് പുരുഷാധിപത്യത്തിന്റെയും സ്ത്രീകളെ അടിച്ചമർത്തുന്ന സൗന്ദര്യ സങ്കല്പങ്ങളുടെയും ഒരു പ്രതീകമാണെന്നാണ് അവർ പറയുന്നത്. അങ്ങനെയോ? എന്തിനാണ് ആ ഇറുകിയ വസ്ത്രങ്ങളും ഹൈഹീൽ ചെരുപ്പുകളും ധരിച്ച് സ്വയം ബുദ്ധിമുട്ടുന്നത് എന്നാണ് അവരുടെ ചോദ്യം. എന്നിട്ടും സിൻഡ്രല്ല വിരുന്നിന് പോകുന്നുണ്ടോ? പോകുന്നുണ്ട്. പക്ഷേ അവിടെ നടക്കുന്നത് റൊമാൻസ് ഒന്നും അല്ല. അല്ല. അവളെ ഒരു കാഴ്ചവസ്തുവായി മാത്രം കാണുന്ന പുരുഷന്മാർ തമ്മില് അവളെ ചൊല്ലി വലിയൊരു വഴക്ക് നടക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന മറ്റു സ്ത്രീകൾക്ക് സഹികെടുന്നു. അവിടെയാണ് ഗാർണറുടെ കഥയിലെ വിപ്ലവം നടക്കുന്നത്. എന്താണ് ആ വിപ്ലവം? ആ സ്ത്രീകൾ തങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന ഇറുകിയ വസ്ത്രങ്ങളും സാമൂഹിക നിയമങ്ങളും വലിച്ചെറിയുന്നു. അതൊരു വലിയ മുന്നേറ്റമായി മാറുന്നു. കൊള്ളാം. അവർ സംഘടിച്ച് ആ രാജ്യം തന്നെ പിടിച്ചെടുക്കുന്നു. എന്നിട്ട് സൗകര്യത്തിനും സമത്വത്തിനും പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ സമൂഹം സ്ഥാപിക്കുന്നു. അപ്പോ പിറോൾട്ടിന്റെ കഥയിൽ ഒരു രാജകുമാരൻ ഒരു പെൺകുട്ടിയെ രക്ഷിക്കുന്നു. ഇവിടെയോ ഒരു കൂട്ടം സ്ത്രീകൾ സ്വയം രക്ഷിക്കുമാത്രമല്ല, ഒരു വ്യവസ്ഥിതിയെ തന്നെ മാറ്റിയെഴുതുന്നു. അപ്പോൾ ഈ രണ്ട് കഥകളും സന്തോഷത്തോടെ ജീവിച്ചു എന്ന ആശയത്തെ എങ്ങനെയാണ് കാണുന്നത്? പെറോൾട്ടിന്റെ കഥയിൽ അത് വളരെ വ്യക്തമാണ്, വിവാഹം. അതെ. ഗാർണറുടെ കഥയിലോ? ഗാർണറുടെ കഥയിൽ വിവാഹമേ നടക്കുന്നില്ല. പിന്നെന്തു സംഭവിക്കുന്നു? പകരം സിൻഡ്രല്ലയും മറ്റു സ്ത്രീകളും ചേർന്ന് സ്ത്രീകൾക്കു വേണ്ടി സൗകര്യപ്രദവും പ്രായോഗികവുമായ വസ്ത്രങ്ങൾ നിർമ്മിക്കുന്ന ഒരു സഹകരണ ബിസിനസ് ആരംഭിക്കുന്നു. കൊള്ളാം. ഇവിടെ സന്തോഷമെന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്, കൂട്ടായ്മയാണ്, പുരുഷാധിപത്യ നിയമങ്ങളിൽ നിന്നുള്ള മോചനമാണ്. അതായത് സന്തോഷം പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല. അല്ല, പെറോൾട്ടിന്റെ കഥയിൽ സന്തോഷം പുറത്തുനിന്ന് ഒരു പുരുഷനിലൂടെ വരുന്ന ഒന്നാണ്. ഗാർണറുടെ കഥയിൽ സന്തോഷം ഉള്ളിൽ നിന്ന് സ്വന്തം പ്രയത്നത്തിലൂടെയും സ്ത്രീകളുടെ ഐക്യത്തിലൂടെയും കണ്ടെത്തുന്ന ഒന്നാണ്. ഗാർണർ ഉപയോഗിക്കുന്ന ഭാഷയും വളരെ കൗതുകമുണർത്തുന്നതാണ്. ശരീരത്തിന്റെ സ്വാഭാവിക രൂപത്തെ അടിമപ്പെടുത്തുക. എൻസ്ലേവ് ദ നാച്ചുറൽ കോണ്ടോഴ്സ് ഓഫ് ദ ബോഡി. അതെ. പിന്നെ സ്ത്രീ സൗന്ദര്യത്തിന്റെ അയഥാർത്ഥമായ അളവുകോൽ എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ കാണാം. അതൊരു സാമൂഹിക വിമർശനം തന്നെയാണ്. തീർച്ചയായും. അതുപോലെ അദ്ദേഹം വുമൻ എന്ന വാക്കിനു പകരം ചിലയിടങ്ങളിൽ വുമൻ എന്നുപയോഗിക്കുന്നുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോ? ശരിയാണ്. അതെന്തുകൊണ്ടാണ്? അത് കേവലം മാൻ എന്ന വാക്കൊഴിവാക്കാൻ വേണ്ടിയല്ല. 70കളിലും 80കളിലും ശക്തി പ്രാപിച്ച ഫെമിനിസ്റ്റ് ഭാഷാപരമായ മുന്നേറ്റങ്ങളുടെ ഭാഗമായിരുന്നു ഇത്. ഓഹോ. ഭാഷ എന്നത് നിഷ്പക്ഷമല്ലെന്നും അതിൽ അധികാരഘടനകൾ ഒഴിഞ്ഞിരിപ്പുണ്ടെന്നുമുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഇത്തരം പ്രയോഗങ്ങൾ വരുന്നത്. ആ ഒരു രാഷ്ട്രീയ ചരിത്രത്തിന്റെ തുടർച്ചയാണ് ഗാർണറുടെ ഈ വാക്ക് തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഗാർണറുടെ കഥയിൽ സ്ത്രീകൾ അധികാരം പിടിച്ചെടുക്കുന്നുണ്ട്. പക്ഷേ അതൊരു തരം വിപരീത പുരുഷാധിപത്യമായി മാറുന്നുണ്ടോ എന്നൊരു സംശയം തോന്നാം. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പുരുഷന്മാരെല്ലാം ആക്രമണകാരികളായിട്ടാണല്ലോ ചിത്രീകരിച്ചിരിക്കുന്നത്. ശരിയാണ്. പക്ഷേ ഗാർണറുടെ എഴുത്ത് ഒരു ആക്ഷേപഹാസ്യമാണ്, ഒരു പാരഡി. അതുകൊണ്ടുതന്നെ അതിൽ കാര്യങ്ങളെക്കുറിച്ച് അതിശയോക്തി കലർത്തിയാണ് അവതരിപ്പിക്കുന്നത്. പുരുഷന്മാരെ മോശമായി ചിത്രീകരിക്കുന്നതിലൂടെ പരമ്പരാഗത കഥകളിൽ സ്ത്രീകളെ എത്രമാത്രം നിസ്സഹായരായി ചിത്രീകരിച്ചിരുന്നു എന്നതിനെ ഓർമ്മപ്പെടുത്തുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അതായത് ഇതൊരു പുതിയ അധികാരഘടന സ്ഥാപിക്കാനുള്ള ആഹ്വാനമല്ല. അല്ല, അതിനേക്കാൾ പഴയ അധികാരഘടനയെക്കുറിച്ചുള്ള ഒരു വിമർശനമായി കാണുന്നതാണ് ശരി. ആത്യന്തികമായി അവർ സ്ഥാപിക്കുന്നത് സമത്വത്തിലധിഷ്ഠിതമായൊരു സമൂഹമാണ്, അല്ലാതെ സ്ത്രീ മേധാവിത്വമുള്ള ഒന്നല്ല. ശരിയാണ്. ഇനി നമുക്ക് സാമൂഹിക വർഗം, അതായത് സോഷ്യൽ ക്ലാസ് എന്ന വിഷയത്തിലേക്ക് വരാം. പെറോൾട്ടിന്റെ കഥയിൽ അതൊരു വലിയ ഘടകമാണ്. വളരെ വലിയ ഘടകം. സിൻഡ്രല്ലയുടെ പ്രധാന പ്രശ്നം അവളുടെ താഴ്ന്ന സാമൂഹിക നിലയാണ്. വിരുന്നിൽ പങ്കെടുക്കാൻ യോഗ്യതയില്ലാത്തവളായി അവളെ കാണുന്നത് അതുകൊണ്ടാണ്. അതെ, പെറോൾട്ടിന്റെ കഥയിൽ സാമൂഹിക വർഗമെന്നത് ഒരു വലിയ മതിലാണ്. മാന്ത്രിക വിദ്യയിലൂടെ ലഭിക്കുന്ന ആഡംബര വസ്ത്രങ്ങളും രഥവുമൊക്കെ അവളെ താൽക്കാലികമായി ആ മതിൽ ചാടിക്കിടക്കാൻ സഹായിക്കുന്നു. അവളെ കാണുമ്പോൾ എല്ലാവരും ഒരു പ്രഭുയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു. അതെ, പക്ഷെ അത് ശാശ്വതമല്ല. അർദ്ധരാത്രിയാകുമ്പോൾ ആ മാന്ത്രികതയെല്ലാം പോയി അവൾ പഴയ അവസ്ഥയിലേക്ക് മടങ്ങിയെത്തുന്നു.
അപ്പോൾ അവളുടെ സ്ഥിരമായ സാമൂഹിക ഉയർച്ചയ്ക്ക് രാജകുമാരനുമായുള്ള വിവാഹം തന്നെ വേണ്ടിവരുന്നു. അതുതന്നെ. എന്നാൽ ഗാർണറുടെ കഥയിലോ? അവിടെ സാമൂഹിക വർഗത്തേക്കാൾ പ്രധാനം ലിംഗഭേദമാണ് പ്രശ്നമായി വരുന്നത്, അല്ലേ? കൃത്യമായി. ഗാർണറുടെ ലോകത്ത് പ്രശ്നം നിങ്ങൾ ഏതു വർഗത്തിൽപ്പെട്ടവളാണ് എന്നതിനേക്കാൾ നിങ്ങളൊരു സ്ത്രീയാണ് എന്നതാണ്. ആ, ശരിയാണ്. എല്ലാ സ്ത്രീകളും, അവർ രാജ്ഞിയായാലും സാധാരണക്കാരിയായാലും, പുരുഷാധിപത്യപരമായ സൗന്ദര്യ സങ്കല്പങ്ങളുടെയും സാമൂഹിക നിയമങ്ങളുടെയും തടവുകാരാണ്. അതുകൊണ്ടാണ് അവർക്കെല്ലാവർക്കും ഒരുമിച്ച് പോരാടാൻ കഴിയുന്നത്. താരതമ്യം ശരിക്കും രസകരമാണ്. ഒരേ കഥയുടെ അടിസ്ഥാന ഘടന ഉപയോഗിച്ച് എത്ര വ്യത്യസ്തമായ ലോകങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഇത് കാണിച്ചു തരുന്നു. ശരിയാണ്. ഒന്ന് വ്യക്തിപരമായ സദ്ഗുണങ്ങളിലൂടെയും ഒരു നല്ല വിവാഹത്തിലൂടെയും രക്ഷ നേടുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ, മറ്റൊന്ന് കൂട്ടായ പ്രവർത്തനത്തിലൂടെയും വ്യവസ്ഥിതിയെ ചോദ്യം ചെയ്യുന്നതിലൂടെയും സ്വാതന്ത്ര്യം നേടുന്നതിനെക്കുറിച്ച് പറയുന്നു. അതുതന്നെ. പെറോൾട്ടിന്റെ സിൻഡ്രല്ല നമുക്ക് നൽകുന്ന പാഠം ക്ഷമയോടെ കാത്തിരിക്കുക എന്നാണെങ്കിൽ, ഗാർണറുടെ സിൻഡ്രല്ല നൽകുന്ന പാഠം സംഘടിച്ച് മാറ്റം കൊണ്ടുവരുക എന്നതാണ്. ഒരു കഥയുടെ സന്ദേശം അത് പറയുന്ന കാലത്തിനനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. തീർച്ചയായും. ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി തരാം. പറയൂ. ജെയിംസ് ഫിൻ ഗാർണർ ഈ കഥ എഴുതിയത് ഒരു ആക്ഷേപഹാസ്യമായിട്ടാണ്. ഒരുപക്ഷെ അന്നത്തെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കളിയാക്കാൻ കൂടിയാവാം. സാധ്യതയുണ്ട്. എന്നാൽ ഇന്ന് അതിൽ പറയുന്ന സ്ത്രീ ശാക്തീകരണം, ശരീരത്തെക്കുറിച്ചുള്ള പോസിറ്റീവ് കാഴ്ചപ്പാടുകൾ, സൗന്ദര്യസങ്കല്പങ്ങളെ ചോദ്യം ചെയ്യൽ തുടങ്ങിയ ആശയങ്ങൾ, അതൊക്കെ നമ്മുടെ സമൂഹത്തിലെ മുഖ്യധാരാ ചർച്ചകളാണ്. അതെ. അപ്പോൾ ചോദ്യം ഇതാണ്: ഇന്നലെ ഒരു തമാശയായി എഴുതപ്പെട്ട കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ഗൗരവമായ ചർച്ചാവിഷയങ്ങളാകുമ്പോൾ, അത് കഴിഞ്ഞ കുറച്ച് ദശാബ്ദങ്ങൾക്കിടയിൽ നമ്മുടെ സമൂഹത്തിനുണ്ടായ മാറ്റത്തെക്കുറിച്ച് എന്താണ് പറയുന്നത്?